ഡിഇഒയുടെ അധ്യാപകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KPSTAയുടെ നേതൃത്വത്തിൽ ഡിഇഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന. കട്ടപ്പന ഡിഇഒ ഓഫീസിലെത്തുന്ന അധ്യാപകരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കട്ടപ്പന ഡിഇഒയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് KPSTA പ്രതിഷേധ ധർണ സമരത്തിൽ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രിയ സഹോദരിയെ പേരപിടിക്കും കൈകളിതാ മുഷ്ടിയുരുട്ടി പറയുന്നു സിന്ദാബാദ് പേടിപ്പിക്കാൻ നോക്കേണ്ട ആയുധമറിയുമതറിയാമോ പറയുന്നു അധ്യാപകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംരക്ഷിക്കാൻ അധ്യാപകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംരക്ഷിക്കാൻ ത്യാഗം ചെയ്തൊരു പ്രസ്ഥാനം നട്ടെല്ലുള്ളൊരു പ്രസ്ഥാനം ഒന്നിച്ചൊന്നായി പറയുമ്പോ ഇക്കളിയുടെ നടക്കില്ല. അധികാരത്തിൻ ഗിരിശൃംഗത്തിൽ അഭിനയിക്കും ഉദ്യോഗസ്ഥ നിയമന അംഗീകാരങ്ങൾ 300-ലധികം പാസ്സാവാനുണ്ട്. ചെറിയ തടസ്സവാദങ്ങൾ പറഞ്ഞ് പിൻ നമ്പർ അനുവദിക്കാതിരിക്കുക, സ്ഥലം മാറ്റം നടന്ന അധ്യാപകരുടെ ശമ്പളം അനുവദിക്കാതിരിക്കുക എന്നീ പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ ശനിയാഴ്ച വലിയ തോവാള സ്കൂളിലെ അധ്യാപികയോട് ഡിഇഒ മോശമായി പെരുമാറുകയും ആ അധ്യാപിക കുഴഞ്ഞു വീഴുകയുമുണ്ടായി. അധ്യാപികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായാണ് ഡിഇഒ ഓഫീസ് പ്രതിഷേധ ധർണ KPSTA സംഘടിപ്പിച്ചത്. വലിയ തോവാള സ്കൂളിലെത്തി KPSTA നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഡിഇഒ ഓഫീസിൽ നടന്ന പ്രതിഷേധ ധർണ കട്ടപ്പന മുനിസിപ്പാലിറ്റി മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഇത് ഉണ്ടായിട്ടുമാണോടാ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ചെന്നാൽ എവിടെ പോയി നിൽക്കും? അധ്യാപകർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇന്ന് അതിന്റെ സാധാരണക്കാരൻ എന്താണ്? നമ്മുടെ ഓഫീസുകളുടെ മാനസിക മുഖം നഷ്ടപ്പെടുകയാണ്. അതാണ് ഈ ഓഫീസ് വിദ്യാഭ്യാസ മേഖലകളിലാകട്ടെ, അത് മറ്റേതെങ്കിലും സംവിധാനങ്ങളിലാകട്ടെ, ഒന്ന് ജോലി സമ്മർദ്ദം അതിജീവിക്കുവാനുള്ള വലിയൊരു ട്രെയിനിങ് നമ്മുടെ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒന്ന്, മതിയായ ജീവനക്കാരില്ല. ഈ പറയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നിയമനങ്ങളും സർക്കാർ നടത്തുന്നത്. ഇപ്പൊ എത്രയോ വർഷമായി നമ്മൾ പറയുന്നു 2 ലക്ഷം കൊടുത്തു, 3 ലക്ഷം കൊടുത്തു, 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും നടക്കത്തില്ല എന്ന് ഇവിടുത്തെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ മാടന്റെ സ്വഭാവം ചില ഉദ്യോഗസ്ഥന്മാർ അതിന് മുകളിൽ താഴെ വരുമ്പോഴത്തേക്കും അത് കൂടുതൽ സൂക്ഷ്മമാവുകയും മാനസിക മുഖം നഷ്ടപ്പെടുകയാണ്. സഹപ്രവർത്തകരാരാണെന്ന്, കൂടെയുള്ളവരാരാണെന്ന്, അവരുടെ ജോലി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, അതിന്റെ ഭരണ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇതാരാണ് ഇത് നന്നാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് നന്നാക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളാണ്. അതിന്റെ അവസ്ഥയാണ് ഇന്ന് അധ്യാപകര് ഈ ഡിഇഒ ഓഫീസിൽ മാത്രമേ വരുന്നത്. ഇത് ഡിഇഒ ഓഫീസിൽ മാത്രമല്ല, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു. നമ്മൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടിട്ടുണ്ട്. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയുടെ സമ്മർദ്ദം, മേലുദ്യോഗസ്ഥന്റെ ഇടപെടലുകൾ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് മേഖലയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം പോലീസിന് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ഒരു മേഖലയാണ് നമ്മുടെ ക്രമസമാധാന മേഖലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരിറങ്ങിപ്പോവുകയാണ്. അവർ ജോലി ചെയ്യാൻ, അവർക്ക് മാന്യമായ ജോലി ചെയ്യാനുള്ള അവസ്ഥ മേലുദ്യോഗസ്ഥന്മാരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ KSC ബോർഡിൽ, KSRTCയിൽ ശമ്പള വില പ്രധാനമാണ്. മാന്യമായി ജോലി ചെയ്യുവാനുള്ള, അല്ലെ ജോലി ചെയ്യുന്നവരെ അംഗീകരിക്കുവാനുള്ള, അല്ലെ അവർ പറയുന്നത് കേൾക്കുവാനുള്ള മാനസികാവസ്ഥയുള്ള
ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അഭാവം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ആരെങ്കിലും ആകട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയാകട്ടെ, ഒരു അധ്യാപകനാകട്ടെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു DEOയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു മേലധികാരി ഒരു ആവശ്യം പറയാൻ ചെല്ലുമ്പോൾ നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞാൽ പിന്നെ ആരോട് പറയുന്നുണ്ട്? നമ്മുടെ നാടിന്റെ അവസ്ഥ ആ കടലിലേക്ക് പോവുക. ഇവിടെ ചോദിക്കാനാണില്ല, പറയാനാണില്ല. ചോദിക്കുന്നവരെ ജയിലടയ്ക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി അവസ്ഥ എന്താ? നമ്മൾ ശമ്പളം ചോദിച്ചതല്ല, നമ്മൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെ ഒഴിവുകൾ നികത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് വിഷയമില്ല. ശ്രീലക്ഷ്മി ടീച്ചറ് അവരുടെ ഒരു ആവശ്യം പറയുവാൻ അവരുടെ മേലുദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്ന സ്ത്രീ എന്ന പരിഗണന മാറ്റമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാ. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ നിലപാടുകളും അവരുടെ പ്രവൃത്തികളും ഉണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാണ്. ഇലക്ഷൻ സമയത്തും അതിന് വരുമ്പോൾ നമ്മുടെ നേതാവൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളിനെതിരെ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ അതെല്ലാം ആരും മറന്നുപോയില്ല. അതിന്റെ ചുവടെ പിടിച്ച് ഒരു പാവപ്പെട്ട ടീച്ചറ് അവരുടെ ഒരു ആവശ്യം പറയുവാനായിട്ട് അവരുടെ മേലധികാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ അനുവാദം കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ അധിക്ഷേപിക്കുവാൻ. KPSTA ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി വി കെ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന DEOയുടെ അപരാധങ്ങൾ ഏറ്റുപറയാനും പുകഴ്ത്തിപ്പാടാനുമല്ല, മറിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ഇതേ ഓഫീസിൽ നടന്ന അതിദാരുണമായ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനും നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കാനും അവലംബിക്കാനും അതിനിരയായ ശ്രീലക്ഷ്മി ടീച്ചറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ക്രൗഡ് വിതരണങ്ങളിൽ ഒന്നിനെ കാർഡ് എഴുതി വീട്ടിയപ്പോൾ അരുതു കാട്ടാള എന്ന് പറഞ്ഞ അതേ വാചകം ഈ DEO ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് അരുതു മണികണ്ട എന്ന് പറയാനായിട്ട് KPSTA എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം നെഞ്ചിലേറ്റുന്ന സമരഭടന്മാരെ സാക്ഷി നിർത്തി പറയുകയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവുകയും ഫെബ്രുവരി 13-ാം തീയതി ഇതേ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ പറഞ്ഞു, നിരവധി അനവധിയായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ പാസ്സാക്കാനുണ്ട്, പണിയറിയില്ല എങ്കിൽ നിർത്തിപ്പോകണം, KS എന്നുള്ള മുന്നക്ഷരം വെച്ചുകൊണ്ട് എല്ലാമായി വിചാരിച്ച കസേരയിൽ മാത്രമേ ഇരുന്നാൽ ഫയലുകൾ നീങ്ങുകയില്ല. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ മുകളിൽ കയറിയിരുന്ന് സംഹാരതാണ്ഡവമാടാനാണ് DEO ശ്രമിക്കുന്നതെങ്കിൽ വളരെ കർശനമായ ഭാഷയിൽ ഞങ്ങൾ താക്കീത് ചെയ്തത്. പക്ഷേ കേട്ടില്ല. ഓരോ ദിവസവും ഓരോ സ്കൂളുകളിലേക്ക് പോയി അറ്റൻഡൻസ് പരിശോധിച്ച് അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെയും PTA-കാരുടെയും മുമ്പിൽ വെച്ച് തൊഴിലുപാട് സ്കൂളിലെ അധ്യാപികയ്ക്കടക്കം ഒരു ദുരനുഭവം ഉണ്ടായി. മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് ഒരു ശീലമാണെങ്കിൽ ചികിത്സിക്കുന്നത് എടുത്തുപോയി ചികിത്സിക്കണം. സാലിസം ഒരു നല്ല കാര്യമായിട്ട് ആധുനിക ലോകം കാണുന്നു. സാലിസ്യമായി ജീവിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. നമുക്കറിയാം, മിർസ ഖാൻ എന്ന് പറയുന്ന കാലാപാനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെരുപ്പ് തർക്കിക്കുന്ന ഒരു പണി ചെയ്യും. അതാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. സുരേഷ് കുമാർ, ജോർജ് ജേക്കബ്, സംസ്ഥാന സമിതി അംഗം ജോയി ആൻഡ്രൂസ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ, T. സതീഷ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് ഡിൻറ്റോ മോൻജോസ്, സതീഷ് വർഗി, ആനന്ദ് ഏക്കോട്ടിരി, അനീഷ് ആനന്ദ്, ശിവകുമാർ T, ഷൈജു MS, മനോജ് കുമാർ CK, ബൈജു മോൻ ജോസഫ്, ജെയ്സൺ സ്കറിയ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. പ്രായഭേദമന്യേ ഏവർക്കും നീന്തൽ പരിശീലിക്കാം. മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം. പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം. കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും. സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന.